എല്ലടോ ഇതിപ്പോൾ ഹേമ കമ്മിറ്റി WCC എന്നെല്ലാം പറഞ്ഞ് തുടങ്ങിയ സംഭവമാണ്. അതായത് സ്ത്രീകൾ ഫിലിം ഇൻഡസ്ട്രിയിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, അതിന് പരിഹാരം എന്നെല്ലാം പറഞ്ഞ് തുടങ്ങിയതാണ്. അപ്പോൾ ഈ റിപ്പോർട്ട് വന്ന സമയത്ത് പല മാധ്യമങ്ങളും പോയിട്ട് ഇവരോട് ചോദിച്ചല്ലോ, നിങ്ങൾ ഞെട്ടിയോ എന്ന്. അന്ന് അവർ ഞെട്ടിയില്ലായിരുന്നു. ഈ പറഞ്ഞ പോലെ ഞാനും വലിയ കാര്യമായിട്ടൊന്നും ഞെട്ടിയില്ല. കാരണം ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടെന്നൊക്കെ ഉള്ളത് എല്ലാവർക്കും പരസ്യമായിട്ടുള്ള രഹസ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്ര വലിയ ഞെട്ടിയൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഒരു കാര്യം കേട്ടപ്പോൾ ഞാൻ ഞെട്ടി. അത് ഞാൻ എന്തിനെക്കുറിച്ചാണ് പറയുന്നതെന്നല്ലേ, കാണിച്ചു തരാം കേട്ടോ. രീതിയിൽ പുള്ളി മറ്റേ നമ്മളെ മഞ്ഞ കളർ ടാങ്ക് കലക്കിയിട്ട് കൊണ്ടുവന്നു. പുള്ളി എൻ്റെ തൊട്ടിപ്പുറത്ത് വന്നിരുന്നു, ഞാൻ ഇരിക്കുന്ന പൊസിഷനിൽ വന്നിരുന്നു, ഞാൻ അപ്പുറത്തിരിപ്പുണ്ട്. എന്നിട്ട് പുള്ളി ചോദിച്ചു, നവജിത്തെ സിനിമ അറിയാമല്ലോ, സിനിമ എങ്ങനെയാണെന്നറിയാമല്ലോ. ഞാൻ പറഞ്ഞില്ല, ഞാൻ തുടക്കമാണ്, ഇങ്ങനെ ചാൻസ് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ 2-3 സിനിമയിലൊക്കെ അഭിനയിച്ചു. പുള്ളി പതി എൻ്റെ കയ്യിലിങ്ങനെ തൊടയിലിങ്ങനെ കൈ വെച്ചിട്ട് പറഞ്ഞു, നിനക്കൊരവസരം തന്നാൽ എനിക്കെന്താണ് ലാഭം എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ആലോചിച്ചത്, എന്താണ് എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് ചോദിച്ചു. പിന്നെ പുള്ളിയോട് പറഞ്ഞു, പൈസ ആണെങ്കിൽ എൻ്റെ കയ്യിലില്ല, പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊരു പെണ്ണിനെ ഇതാക്കാൻ എനിക്ക് അങ്ങനത്തെ കോൺടാക്റ്റും ഇല്ല, അങ്ങനെ കോൺടാക്റ്റ് നിൽക്കുന്ന ഒരാളുമല്ല ഞാൻ എന്ന് പറഞ്ഞു. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, നിനക്കൊരവസരം തന്നാൽ എനിക്കെന്താണ് പേഴ്സണലി ലാഭം എന്നുണ്ട്. ഇയാളുടെ കൈ മല്ലേ അങ്ങോട്ട് പോയി ഒറ്റപ്പിടുത്തം പിടുത്തം പിടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കൈ എടുക്കാൻ വേണ്ടി പറഞ്ഞു. കൈ പിടിച്ച് മാറ്റി. പിന്നെ പുള്ളിക്കാരൻ ഇതൊക്കെ സിനിമയിൽ സർവ്വസാധാരണമാണെന്ന് പറഞ്ഞു. ഞാൻ ആകെ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞാൽ. ഇയാൾ കയറി പിടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കൈ എടുക്കുന്നു പറഞ്ഞപ്പോൾ ഇയാൾ കൈ വിടുന്നുണ്ട്. പിന്നെയും ഇയാൾ അവിടെ പിടിച്ചിങ്ങനെ തിരിച്ചു കൊടുക്കുക. ഞാൻ എഴുന്നേറ്റ് കൈയും തട്ടി എഴുന്നേറ്റ് ചള്ള നോക്കി 2 കൊടുക്കും ചെയ്ത് നെഞ്ചിനൊരു ചവിട്ടം കൊടുത്തു. പുള്ളി എന്തായാലും മറക്കില്ല അത് കഴിഞ്ഞ് എനിക്ക് ആ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് പേടിയായിപ്പോയി. കാരണം വെച്ചാൽ നമ്മൾ തുടക്കക്കാരനാണ്, പിന്നെ ഇനിയും അവസരം കിട്ടണം. ഇയാളാണെങ്കിൽ ഒരു പ്രമുഖ സംവിധായകനുമാണ്, പടങ്ങളൊക്കെ ചെയ്ത ഒരാളുമാണ്. അപ്പം എനിക്ക് ആകെ ഒരു പേടിയായിട്ട് എന്ത് ചെയ്യണം എന്നറിയില്ല. ഒക്കെ അറിയുന്ന വേറൊരു ഡയറക്ടറുണ്ട്, പുള്ളിക്കാരൻ്റെ അടുത്തേക്ക് ഞാൻ നേരെ പുള്ളീനെ വിളിച്ച് ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരുവാണെന്ന് പറഞ്ഞ് ഞാൻ പുള്ളിയോട് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പുള്ളിയുടെ അടുത്തേക്ക് പോയി. നോക്കൂ, ഒരു ആണായിട്ട് അയാളുടെ അവസ്ഥ ഇതാണ് എന്നെ ഞെട്ടിച്ചു എന്ന് പറയുന്നത്. നമ്മൾ സ്ത്രീകളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്, പക്ഷേ ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ആണുങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. അത് എനിക്ക് ഭയങ്കര ഒരു ഇതേപോലത്തെ കേസ് ഉണ്ടെങ്കിലും ഇങ്ങനെയൊക്കെയെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. അപ്പം അത് അയാൾ പ്രതികരിച്ചു തക്ക സമയത്ത് തന്നെ. പക്ഷേ പുറത്തിറങ്ങി വന്നിട്ടും ഇയാളുടെ ടെൻഷൻ ഇതൊക്കെയാണ്. ഇനി തുടരാൻ പറ്റുമോ, ഇനി ഈ ഡയറക്ടർ ഇതിനെതിരെ എന്തെങ്കിലും പ്രവർത്തിക്കുമോ? കാരണം അതാണല്ലോ ഒരു ശീലം, അങ്ങനെയാണല്ലോ. നമ്മുടെ താല്പര്യത്തിന് നിന്നില്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുക, മാക്സിമം ഹരാസ് ചെയ്യുക എന്നുള്ളതാണല്ലോ ഇവരുടെ ഒരു രീതി. അങ്ങനെ ഉള്ളൊരു ടെൻഷനിലോട്ട് എത്തിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഏതാ ഡയറക്ടർ എന്ന് പറഞ്ഞിട്ടില്ല, പ്രമുഖനായൊരു ഡയറക്ടർ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ വേറെ ഒരാൾ പേര് പറഞ്ഞിട്ട് ഇതേപോലെ വന്നിട്ടുണ്ട്. മറ്റാരുമല്ല, നമ്മുടെ രഞ്ജിത്ത്, ഇപ്പോൾ രാജിവെച്ചിട്ടുള്ള രഞ്ജിത്തിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. അയാൾ ഇതേപോലെ റൂമിലേക്ക് ഒരാളെ വിളിച്ചു, ഇതേപോലെ തന്നെ അത് പിന്നെ ഈ ആദ്യത്തെ കേസിലെന്ന് പറഞ്ഞാൽ മറ്റൊന്നും സംഭവിച്ചില്ല. ഈ പയ്യൻ്റെ അടുത്ത് അതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തു, നേക്കഡ് ഫോട്ടോസൊക്കെ എടുത്തു, അത് വേറെ ആർക്കും അയച്ചു കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ പറയുന്നതെന്ന് നമുക്കൊന്ന് കാണാം. 2012 ബാവുട്ടിയുടെ നാമത്തിൽ സിനിമയുടെ ലൊക്കേഷൻ ഞാൻ രഞ്ജിത്തിനെ കാണുന്നത്. നിനക്ക് ബാംഗ്ലൂരിലേക്ക് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. പോയപ്പം ഹോട്ടൽ താജ് ഉണ്ട് അവിടെ. ഏകദേശം ഒരു 9 o'clock 10 o'clock ആയിട്ടുണ്ടാവും ഹോട്ടലിൽ എത്താൻ വേണ്ടി പറയുകയും അവിടെ എത്തിയ സമയത്ത് പുള്ളി പറഞ്ഞു, എനിക്ക് നിന്നെ ഒന്ന് നേക്കഡായിട്ട് കാണണം, നിൻ്റെ അപ്പം ഞാൻ ഐ എം എ ബോയ് പറഞ്ഞു, എനിക്ക് നിന്നെ കാണണം, എനിക്ക് മിററിൽ നിൻ്റെ മിററിൽ എങ്ങനെയാണ് നിൻ്റെ ഫേസ് ഒന്ന് കാണണം, അതുപോലെ നിൻ്റെ ശരീരത്തിൻ്റെ ഇത് കാണണം, സ്ട്രെച്ച് കാണണം എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി എന്നോട് ഡ്രസ്സ് കഴിക്കാൻ പറഞ്ഞത്. വേറെ എൻ്റെ കണ്ണിൽ കുറച്ച് കൺമഷി എഴുതാൻ പറഞ്ഞു. അങ്ങനെ എഴുതിയിട്ട് എന്നോട് പുള്ളി സ്ക്രീനിൽ കാണുന്ന പോലെ എന്നോട് കണ്ണാടിയിൽ നോക്കിയിട്ട് പറഞ്ഞു, വളരെ ഭംഗിയുള്ള കണ്ണാണ്. അങ്ങനെ പുള്ളി കുറേ ബട്ടറിങ്, അദ്ദേഹം എന്നോട് ചെയ്ത കാര്യങ്ങളൊന്നും എനിക്ക് ഇവിടെ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ലീഗലി ഞാൻ പറയുമ്പോൾ അതിൽ എല്ലാ കാര്യങ്ങളും ഞാൻ റിപ്പോർട്ട് ചെയ്യും. എന്തായാലും ഇയാൾ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ സിനിമ സെറ്റ് ഏതാന്ന് കൃത്യമായിട്ടുണ്ട്, സിനിമ ഏതാണെന്നുണ്ട്, വർഷം ഏതാണെന്നുണ്ട്, പോയ ഹോട്ടൽ എവിടെയാണെന്നുണ്ട്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. അങ്ങനെയാകുമ്പോൾ ഇത് കൃത്യമായി അന്വേഷിച്ചാൽ ഇതെല്ലാം നടന്ന സംഭവം തന്നെയാണോ അല്ലയോ എന്നെല്ലാം അറിയാൻ പറ്റും. ഇനിയിപ്പോൾ ഈ കുറ്റാരോപിതർ വേണമെങ്കിൽ പറയുമായിരിക്കുമല്ലോ, ഇത് രാഷ്ട്രീയമാണ്, ഞങ്ങളെ കരിവാരി തേക്കാനാണ്, ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണെന്നൊക്കെ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ വേണ്ട റിസൾട്ട് നമുക്ക് കിട്ടുമായിരിക്കും. എന്തായാലും ഒന്നും പറയാനില്ല, വളരെ മോശമാണ്. ഇത്രയും അധപ്പതിച്ചിട്ടാണോ നമ്മുടെ കേരളത്തിൻ്റെ ഒരവസ്ഥ എന്നുള്ളതാണ്. ഞാനിപ്പോൾ സിനിമ എന്ന് മാത്രമല്ല, എല്ലായിടത്തും ഉണ്ട് ഇതേപോലത്തെ പ്രശ്നങ്ങൾ.
പക്ഷേ പുറത്ത് വരുന്ന ഓരോരോ കഥകളും കേൾക്കുമ്പോൾ നമ്മൾ വളരെ ഇത്രയും ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറേ കാര്യങ്ങളാണ് കേട്ടോണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ കണ്ടത് എന്താ പറയുക, ടിപ്പ് ഓഫ് ഐസ്ബർഗ് ആണോ എന്നാണ് എൻ്റെ സംശയം. ഇനിയും വരുമായിരിക്കും, പുതിയ പുതിയ വെളിപ്പെടുത്തലുകൾ വരുമായിരിക്കും. എന്തായാലും വളരെ മോശം എന്ന് മാത്രമേ പറയാനുള്ളൂ, വളരെ മോശം.